എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം അസുഖമാണ് ഈ കഫക്കെട്ട്, അതുപോലെ തന്നെ തൊണ്ടവേദന, അങ്ങനെ പനിയൊക്കെ അതിൻ്റെ കൂടെയുണ്ട്. പനിക്കൊക്കെ നമ്മൾ മരുന്ന് കഴിക്കാറുണ്ട്. ഈ തൊണ്ടവേദനയും കഫക്കെട്ടും എത്ര മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല. ഞാൻ അനുഭവസ്ഥനാണ്. എനിക്ക് കഴിഞ്ഞ മാസം ഒരു ചെറിയൊരു തൊണ്ടവേദന, ഒരു ചെറിയ പനിയാണ് വന്നത്. ഓക്കെ, അപ്പോൾ പനിക്ക് ഞാൻ തന്നെ ഗുളിക കഴിച്ചായിരുന്നു. ബട്ട് കഫത്തിന് യാതൊരു കുറവും കണ്ടില്ല. നമുക്ക് നാട്ടിലിപ്പം വളരെയധികം കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഈ കഫക്കെട്ട്. കുട്ടികളായാലും വലിയവരായാലും എല്ലാവർക്കും ഭയങ്കര പ്രശ്നമാണിതിപ്പോൾ. ഞാൻ അനുഭവസ്ഥനാണ്. എനിക്ക് കഴിഞ്ഞ മാസം ഇതുപോലെ ഒരു ചെറിയൊരു പനിയും അതുപോലെ തന്നെ തൊണ്ടവേദനയും വന്നു. ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ഇതുവരെ തലവേദനയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ മൊത്തം ഈ ചെവി അടക്കം ഒരു ഭയങ്കര വേദന, അതുപോലെ നെറ്റിയൊക്കെ ഭയങ്കരമായിട്ടൊരു വേദന വന്നു. എനിക്കിതുവരെ അങ്ങനെ കഫക്കെട്ടൊന്നും ഉണ്ടായിട്ടില്ല. ജലദോഷമൊക്കെ വളരെ കുറവാണ്, അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഭയങ്കരമായ ഒരു വിഷമം എനിക്ക് അനുഭവപ്പെട്ടു. അപ്പൊ ഞാനിത് പണ്ടേ അറിയുന്ന കാര്യമാണ്, പക്ഷെ ഇത്രയും എഫക്റ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഈ തുളസിയില ഉണ്ടല്ലോ, തുളസിയില തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ നല്ലതെന്ന് വെച്ചു. പക്ഷെ തിളപ്പിക്കാൻ ഒരുപാട് സമയം നമ്മൾ എടുക്കും. അതിലും ബെറ്റർ എനിക്ക് തോന്നി ഞാനത് ചെയ്തതെന്ന് വെച്ചാൽ ഈ തുളസിയിലയും കുറച്ച് അതിന്റെ കൂടെ മറ്റ് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് നന്നായി അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഞാൻ ഈ നന്നായിട്ട് തിളപ്പിച്ച് ശരിക്കും ഒരു മാസമായി ഞാനത് കഴിക്കുന്നത്. ആ ഒരാഴ്ച ഞാൻ കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേനും എന്റെ ഈ മൂക്കിനകത്ത് എവിടുന്നറിയില്ല, ഓരോ 2 മിനിറ്റും അല്ല 5 മിനിറ്റ് കൂടുമ്പോഴത്തേനും മൂക്കിനകത്ത് കട്ട, അത്രയും ഡാർക്കായിട്ടുള്ള കഫം വരുമായിരുന്നു. അതുപോലെ തന്നെ ഒന്നാക്കി കഴിഞ്ഞാൽ കഫം വരുമായിരുന്നു. ഇപ്പൊ എന്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. എനിക്ക് ഒരു കഫക്കെട്ടോ ഒന്നുമില്ല, എല്ലാം ക്ലിയറായി. ഒരു മാസം കഴിച്ചു ഞാനത്. പക്ഷേ അല്ലാതെ ഈ നമ്മളെ മറ്റുള്ള വേദന സംഹാരിയൊക്കെ കഴിക്കുന്ന മാതിരി ഇന്ന് കഴിച്ചു കഴിഞ്ഞാൽ 2 ദിവസം അല്ല 1 ദിവസം കഴിയുമ്പോൾ മാറത്തില്ല. ഇത് പരിപൂർണമായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എടുത്തിട്ട് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുക. ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ അത് ഒരു 3 നേരം കഴിക്കണമെങ്കിൽ ആ രീതിയിൽ അത് ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ ഞാനത് എങ്ങനെയൊക്കെ അത് ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞാനത് അനുഭവസ്ഥനാണ്. ഒരു മാസമായിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പം വളരെ ക്ലിയറായി. ഇപ്പം ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. അപ്പൊ എന്റെ ക്ലാസ്സിൽ തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഇതുപോലെ തൊണ്ടവേദന, അപ്പോൾ 2 മാസങ്ങളായിട്ട് കുട്ടികൾക്ക് ഈ ജലദോഷം മാറി കിട്ടുന്നില്ല. ഞാൻ പല കുട്ടികളോടും പറഞ്ഞിട്ടുണ്ട്, മക്കളെ വീട്ടിൽ ചെന്നിട്ട് ഇതുപോലെ ചെയ്തു തരാൻ പറ, തുളസിയില അതിങ്ങനത്തെ വെള്ളം വെച്ച് തരാൻ പറ. അപ്പൊ പല കുട്ടികളും പറഞ്ഞു, സാറേ എനിക്ക് കുറവുണ്ട്. അപ്പൊ എന്റെ മാത്രമല്ല, എന്റെ ഒരു അനുഭവത്തിലൂടെയാണ് ഞാനത് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് വേണം നമ്മളത് ഉപയോഗിക്കുക എന്നുള്ളതും കൂടെ പറയുന്നത്. ഇപ്പൊ ഞാനൊരു ടീച്ചറെ വിളിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, ഞാൻ ആശുപത്രിയിലുള്ള എനിക്ക് ഭയങ്കര കഫക്കെട്ടാണ്. നെഞ്ഞത്തിനേക്കാളും കൂടുതൽ തലയിലാണ് പ്രശ്നങ്ങൾ. തല നമുക്ക് ആകെ ചെവിയൊക്കെ അടഞ്ഞത് മാതിരി ഇരിക്കും. ഭയങ്കര ഫീലിങ്സ് ആണ്. എന്തെന്നില്ലാതെ ആരോടും സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പത്തേനും നെഞ്ചത്തല്ല, ഈ തൊണ്ടയിൽ ഇവിടെ ഇങ്ങനെ എന്താ പറയണ്ട ഒരു ഞോള മാതിരി ആയിട്ടും അത് എന്താന്നില്ല ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ എല്ലാവരും ഇതൊന്ന് ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരും ഇല്ലാത്തവരും എന്ന് പറഞ്ഞ പോലെ ഇത് കുട്ടികൾക്കായാലും ആർക്കായാലും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. ഒറ്റമൂലി മാതിരിയാണ്. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ചെയ്ത് നമ്മളെ ശരീരത്തിലും തലയിലും മൂക്കിലും അവിടെ നെഞ്ചത്തൊക്കെ ഉള്ള കഫം ഒന്ന് കളയാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഉള്ളവർക്ക്, ഇല്ലാത്തവർക്ക് ഇത് കുടിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇല്ലാത്തവരും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, എന്താണ് വേണ്ടത്. അപ്പോൾ ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് കുറച്ച് തുളസി ഇലയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഞാനിത് വളർത്തിയിട്ടുണ്ട്. മുന്നിലും ബാക്കിലെ മുറ്റത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എല്ലാ വീടുകളിലും സാധാരണയായിട്ടുണ്ടാവും. കരിന്തുളസിയാണ് ഏറ്റവും നല്ലത്. കുറച്ച് പറിച്ചെടുക്കുക, ഇതിനകത്തുനിന്ന് പൊട്ടിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ കവരുകൾ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, വേനൽക്കാലമായ കുറച്ചതിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. അതുപോലെ ഇതുപോലെ നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കണം ഇത്, കാരണം ഇതിന് പൊടിയൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു പ്ലേറ്റിൽ ഇതുപോലെ മറ്റുള്ള സാധനങ്ങൾ എടുക്കുക. ആദ്യം കുറച്ച് നമ്മൾ കറാമ്പൂ, ഓക്കെ, കുറച്ച് ഇഞ്ചി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, കൂടുതലായിട്ട് എടുക്കേണ്ടത് നമ്മൾ തുളസി ഇലയാണ്. പിന്നെ ഏലക്കായ, ഓക്കെ, കുറച്ച് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി,
ഇതൊക്കെയാണ് ഇതിന് ഏറ്റവും നല്ലത്. കുറച്ച് വെല്ലം, ഞാൻ വെല്ലം എടുത്തിട്ടില്ല, ഇവിടെ വെച്ചിട്ടില്ല. കുറച്ച് വെല്ലം ഉപയോഗിക്കാം. നിങ്ങൾക്ക് ആവശ്യാനുസരണം വെല്ലം അതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നേരിട്ടിട്ട് ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ചാലും മതി, പക്ഷേ ഒത്തിരി നേരം പിടിക്കും. പിന്നെ ഇതിൻ്റെ ശരിയായ നമുക്ക് ഇതിൻ്റെ ഗുണം കിട്ടത്തില്ല. അപ്പോൾ ഏറ്റവും നല്ല ഇതിൻ്റെ കംപ്ലീറ്റ് ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് മുഴുവൻ മിക്സിയിലിട്ടിട്ട് ഇങ്ങനെ മിക്സിയിൽ ഒഴിച്ച് അതിനകത്ത് നിന്ന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. ഓക്കെ, നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് ചതുക്കി വെള്ളത്തിലിട്ടാലും മതി, ബട്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടുതൽ നമുക്ക് അതിൻ്റെ സത്തുകളും അതിൻ്റെ ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ചെടുക്കുക. ഞാൻ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എനിക്ക് ഒരു മാസമായിട്ട് ഭയങ്കരമായിട്ട് ഈ കഫക്കെട്ടും, എനിക്കെന്നല്ല നാട് മുഴുവൻ ഇതിപ്പോൾ പരന്നെടുക്കും. എന്താ വൈഫിനുണ്ടായിരുന്നു, ഇപ്പോൾ ഒരാഴ്ചയായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മളിത് അടുപ്പയിൽ വെച്ച് തിളപ്പിക്കണം. അപ്പോൾ എത്ര നിങ്ങൾക്ക് ഒരു ദിവസം രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 4 നേരം കഴിക്കേണ്ടതായിട്ട് കുടിക്കേണ്ടതായിട്ട് നമ്മൾ ചെയ്ത് വെക്കണം. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ ഉപയോഗിച്ച് ഇൻഗ്രീഡിയൻസ് കുറച്ച് കൂടുതൽ ഉപയോഗിക്കാം. ഓക്കെ, എന്നിട്ട് ഇത് മുഴുവനായിട്ട് ഒരു പാത്രത്തിലൊഴിച്ച് ഇത് അടുപ്പയിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. ഓക്കെ, ഇതുപോലെ തിളച്ച് വരുമ്പോൾ നല്ല ഒരു ഗ്രീൻ കളറായിട്ട് വരും. ഓക്കെ, അത് അതിനകത്ത് കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മിക്സീൻ്റെ ജാറൊന്ന് കഴുകിയിട്ട് അതിനകത്ത് ഒഴിച്ചു. ഓക്കെ, അപ്പോൾ ഒരു 4 നേരം കഴിക്കണം ഒരു ദിവസം. അത് ഒരു കണ്ടിന്യൂ ആയിട്ട് ഒരാഴ്ച കഴിച്ചാൽ അതിൻ്റെ ഗുണം കിട്ടും. ഒരു മരുന്നും കഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ ഇതിനകത്തോട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ട് നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് അടിച്ച് വിടണം. ഓക്കെ, അത് നമ്മളൊരു കപ്പിൽ അരിച്ചെടുത്തു, ഒരു ഗ്ലാസ്സിനകത്തോട്ട് മാറ്റി. അപ്പോൾ ബാക്കിയുള്ളത് അവിടെ വെക്കുക. എന്നിട്ട് നമ്മൾ വൈകുന്നേരം ആകുമ്പത്തേനും ഒരു 3-4 പ്രാവശ്യം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതെടുത്തുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരിക. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് 3/4 ഗ്ലാസ് കുറച്ച് ആവശ്യാനുസരണം നിങ്ങൾ മധുരം ചേർക്കുക. എന്നിട്ട് ഇതുപോലെ കുടിച്ച് നോക്കൂ. സൂപ്പറായിട്ട് നിങ്ങൾക്ക് തീർച്ചയായും ഈ നെറ്റീൻ്റെ ഇവിടെ, കണ്ണിൻ്റെ ഇവിടെ വേദന, ചെവിയിൽ വേദന, അതുപോലെ മൂക്കിനകത്തൊക്കെ ഉള്ള കഫങ്ങളൊക്കെ സൂപ്പറായിട്ട് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫീലിങ്സ് വരും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, ധന്യവാദം.